കാലമതിനന്ത്യത്തോടടുത്തിരിക്കയാ കൺമതെല്ലാമായ എന്നുറച്ചിടുന്നു ഞാൻ. കാലമതിനന്ത്യത്തോടടുത്തിരിക്കയാ കൺമതെല്ലാമായ എന്നുറച്ചിടുന്നു ഞാൻ. കണ്ടനെ വരവിനെത്ര താമസം വിഭോ, കത്തു കത്തു പാരിതിൽ ഞാൻ പാർത്തിടുന്നതോ. കണ്ടനെ വരവിനെത്ര താമസം വിഭോ, കത്തു കത്തു പാരിതിൽ ഞാൻ പാർത്തിടുന്നതോ. കാലമതിനന്ത്യത്തോടടുത്തിരിക്കയാ കൺമതെല്ലാമായ എന്നുറച്ചിടുന്നു ഞാൻ. പോരിനായുധങ്ങളാ രാജ്യം രാജ്യത്തോട് എതിർത്തു തോൽപ്പിച്ചിടുന്നു. ജാതി ജാതിയോട് പോരിനായുധങ്ങളാ രാജ്യം രാജ്യത്തോട് എതിർത്തു തോൽപ്പിച്ചിടുന്നു. കാന്തനെ നിൻ വരവിനെത്ര കാത്തിടേണം ഞാൻ. കാന്തനെ നിൻ വരവിനെത്ര കാത്തിടേണം ഞാൻ. വന്നു കൺമരാശയേറി കാത്തിടുന്നു ഞാൻ. വന്നു കൺമരാശയേറി കാത്തിടുന്നു ഞാൻ. കാലമതിനന്ത്യത്തോടടുത്തിരിക്കയാ കൺമതെല്ലാമായ എന്നുറച്ചിടുന്നു ഞാൻ. കാഹളത്തിനാദമെന്റെ കാതിൽ കേൾക്കാറാ, മധ്യവാനിൽ ദൂതരൊത്തു കാന്തൻ വരാറാ. കാഹളത്തിനാദമെന്റെ കാതിൽ കേൾക്കാറാ, മധ്യവാനിൽ ദൂതരൊത്തു കാന്തൻ വരാറാ. കാത്തിരിക്കും ശുദ്ധരെ താൻ ചേർത്തു കൊള്ളാറാ. കാത്തിരിക്കും ശുദ്ധരെ താൻ ചേർത്തു കൊള്ളാറാ. തേജസ്സേറും പൊന്മുഖത്തെ മുത്തം ചെയ്യാറാ. തേജസ്സേറും പൊന്മുഖത്തെ മുത്തം ചെയ്യാറാ. കാലമതിനന്ത്യത്തോടടുത്തിരിക്കയാ കൺമതെല്ലാമായ എന്നുറച്ചിടുന്നു ഞാൻ. കാലമതിനന്ത്യത്തോടടുത്തിരിക്കയാ കൺമതെല്ലാമായ എന്നുറച്ചിടുന്നു ഞാൻ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യെഹെസ്കേൽ പ്രവചനം 37-ാം അധ്യായമാണല്ലോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. 9-ാം വാക്യം വായിക്കാം. 32:9 മുതൽ താഴോട്ട്. അപ്പോൾ അവൻ എന്നോട് കൽപ്പിച്ചത്, കാറ്റിനോട് പ്രവചിക്ക. മനുഷ്യപുത്ര, നീ പ്രവചിച്ച് കാറ്റിനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ശ്വാസമേ, നീ 4 കാറ്റുകളിൽ നിന്നും വന്ന് ഈ നിഹതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഊതുക. ശ്വാസമേ, 4 കാറ്റിനോട് കൽപ്പിക്കുകയാണ്. ശ്വാസമേ, നീ 4 വശത്തു നിന്ന് വന്ന് ഈ നിഹതന്മാർ, മരിച്ചു കിടക്കുന്നത്, ഈ നിഹതന്മാർ, ഉണങ്ങിക്കിടക്കുന്ന അസ്ഥികൾ, മരിച്ച അസ്ഥികൾ, ഈ നിഹതന്മാരുടെ മേൽ ഊതുക. ദൈവത്തിന് സ്തോത്രം. കാറ്റിനോട് കൽപ്പിക്കുകയാണ്. കാറ്റിനോട്, 4 കാറ്റിനോട് കൽപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം. സ്വർഗത്തിലെ ദൈവം അത്ഭുതം പ്രവർത്തിക്കാൻ തുടങ്ങുകയാണ്. കാറ്റിനോട് കൽപ്പിക്കുക എന്ന് പറഞ്ഞു. പിന്നെ അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു. അവർ ജീവിച്ച് ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു നിന്നു. ഈ ഉണങ്ങിക്കിടന്ന അസ്ഥികളെല്ലാം ജീവിക്കുന്നു, അതിനകത്ത് ചൈതന്യം പകരുന്നു. ഉണങ്ങിപ്പോയ അസ്ഥികൾ, ഇന്ന് വേണമെങ്കിൽ നമുക്ക് ശാസ്ത്രീയമായി പറഞ്ഞാൽ, അസ്ഥികൾ ഉണങ്ങിപ്പോയാൽ അതിനകത്തുള്ള മജ്ജയും എല്ലാം ഉണങ്ങിപ്പോവില്ലേ? എല്ലാം തീർന്നില്ലേ? എന്നാൽ ഈ അസ്ഥികൾ പെട്ടെന്ന് ജീവൻ പ്രാപിക്കും. പെട്ടെന്നാണ് ദൈവത്തിൻ്റെ വചനം വന്നപ്പോൾ പെട്ടെന്നാണ് മാറ്റം വരുന്നത്. പെട്ടെന്ന് ഈ ഉണങ്ങിയ അസ്ഥികൾ ജീവിച്ചു. ഒരു സൈന്യം പോലെ, മഹാസൈന്യം പോലെ എഴുന്നേറ്റ് മഹാസൈന്യം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്കുമോ? നിങ്ങൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ കൃപ പ്രാപിച്ചുകൊണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ തീ ഏറ്റുവാങ്ങിക്കൊണ്ട്
നിങ്ങൾ നിങ്ങളുടെ വീടുകളിലേക്ക് പോയാൽ നിങ്ങളുടെ വീടുകളിൽ ആത്മാവിൻ്റെ പ്രകാശം പരക്കും. നിങ്ങളുടെ വീടുകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, മക്കൾക്ക്, ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവിന്, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ആത്മാവിൻ്റെ ജ്വാല ലഭിക്കും. ഈ അനുഭവത്തിൽ നിങ്ങൾ ചെന്ന് നിങ്ങൾ ഹോസ്റ്റലിൽ താമസിക്കുമ്പോൾ ഹോസ്റ്റലിൽ നിങ്ങൾ റൂംമേറ്റ്സിന് ഈ ആത്മാവിൻ്റെ അനുഭവം ലഭിക്കും. നിങ്ങൾ ക്ലാസ് റൂമിലേക്ക് ചെല്ലുമ്പോൾ പഠിക്കാനോ ചെല്ലുമ്പോൾ നിങ്ങൾ മൂലം മറ്റുള്ളവരിലേക്ക് ഈ സ്നേഹം പകരും. കർത്താവിന് സ്തോത്രം. മറ്റുള്ളവരിലേക്ക് തീ പകരും. നിങ്ങൾ ജോലി ചെയ്യുന്ന ഓഫീസിലേക്ക് നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങളുടെ സൗമ്യതയും താഴ്മയും നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ വിനയവുമെല്ലാം അവിടെ പ്രതിബിംബിക്കുകയും തന്മൂലം അവിടെ ക്രിസ്തുവിൻ്റെ ആശ്വാസദാനങ്ങൾ അവിടെ വരികയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. അതെല്ലാമാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. അല്ലാതെ കുറേ കാലം നാം ഒന്ന് പേരിന് നമസ്കാരം ചൊല്ലി, പേരിന് പള്ളിയിൽ പോയി, പേരിന് കുമ്പസാരിച്ചു, പേരിന് കുർബാന കൊണ്ടു, ചില ചടങ്ങുകൾ ആചരിച്ചു, ഇതുകൊണ്ടൊന്നും രക്ഷപ്പെടുകയില്ല. അതെല്ലാം നല്ലത് തന്നെ, വേണ്ടെന്ന് പറയില്ല. പക്ഷേ ഇതുകൊണ്ടൊന്നും മാത്രം രക്ഷപ്പെടുകയില്ല. അതിൻ്റെ അർത്ഥം അറിഞ്ഞ് ആസ്വദിക്കാൻ സാധിക്കണം. എന്താണ് വിശുദ്ധ കുമ്പസാരം, എന്താണ് വിശുദ്ധ കുർബാന, എന്താണ് മാറാനായി പെരുന്നാളുകൾ, എന്താണ് ജീവിതത്തിൻ്റെ അർത്ഥം, എന്താണ് അത് സമൂഹത്തോട് ലയിച്ചു പോകുന്നത്, എങ്ങനെയാണ് ഞാൻ ചെയ്യുന്ന ഈ കാര്യങ്ങൾ ജീവിതത്തോട് ലയിച്ചും സമൂഹത്തോട് ലയിച്ചും എങ്ങനെയാണ് പോകുന്നത്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്ന പ്രാർത്ഥനകൾ, എൻ്റെ നമസ്കാരങ്ങൾ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്നതായ എൻ്റെ പുണ്യപ്രവൃത്തികൾ, ഇതെല്ലാം എങ്ങനെയാണ് സമൂഹത്തിലേക്ക് ലയിച്ചു ചേരുന്നത്. ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ. ആത്മാവ് നടത്തണം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ മനുഷ്യപുത്രൻ പ്രവചിച്ചു. അപ്പോൾ കാറ്റിനോട് പ്രവചിച്ചപ്പോൾ 4 കാറ്റും വന്നു. പ്രവചിച്ചപ്പോൾ ആ ശ്വാസം അവരിൽ വന്നു. അവർ ജീവിച്ചു. ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു നിന്നു. ഹല്ലേലൂയ. ഉണങ്ങിപ്പോയ അസ്ഥികൾ നിവർന്നു നിൽക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന കാലിൻ്റെ അസ്ഥികൾ, ചെറിയ അസ്ഥികളെല്ലാം ചെറിയ അസ്ഥികളെല്ലാം വന്ന് ഓടിക്കൂടി വന്നു. കൈയിൻ്റെ, ശരീരത്തിൻ്റെ, വാരിയലിൻ്റെ എല്ലാ ഭാഗവും അസ്ഥികളെല്ലാം കൂടി ഇങ്ങനെ അനങ്ങനെ പെട്ടെന്ന് ഒരു സെക്കൻഡ് കൊണ്ട് എല്ലാം കൂടി ഓടി വന്നു. ചിതറിപ്പോയിരുന്നതാണ്. സ്തോത്രം. പരിശുദ്ധാത്മാ പ്രവചിച്ചാൽ ചിതറിപ്പോയതെല്ലാം ചേർന്ന് വരും. ചിതറിപ്പോയവർ, നിങ്ങളുടെ ജീവിതത്തിൽ ചിതറിപ്പോയവരാരെങ്കിലും ഉണ്ടോ? നിങ്ങൾ പിണങ്ങിപ്പോയവരാരെങ്കിലും ഉണ്ടോ? നിങ്ങൾ എതിർത്ത് പോയവരാരെങ്കിലും ഉണ്ടോ? പിണങ്ങിപ്പോയ ഭാര്യ, പിണങ്ങിപ്പോയ ഭർത്താവ്, പിണങ്ങിപ്പോയ മക്കൾ, പിണങ്ങിപ്പോയ അയൽക്കാർ എല്ലാം ചേർന്ന് വരും. പരിശുദ്ധാത്മാ പ്രവചിക്കുമ്പോൾ ഉണങ്ങിയ അസ്ഥികൾ ചേർന്ന് വരും. അവിടെ ചിതറിപ്പോയതെല്ലാം ചേർന്ന് വരികയാണ്. എല്ലാം ചേർന്ന് വരും. എല്ലാം ചേർന്ന് വരും. അവിടെ പിന്നെ പൂർണ്ണ ഐക്യമാണ്. അതാത് ശരീരത്തിൻ്റെ അസ്ഥികൾ എല്ലാം അതാത് ശരീരത്തിൽ വന്ന് ചേർന്ന് വരും. അങ്ങനെ അവർ നിവർന്നു നിന്നു. പിന്നെ അവൻ എന്നോട് അരുളി ചെയ്തത്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ഗൃഹമൊക്കെയുമാകുന്നു. ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു, ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നുവെന്ന് അവർ പറയുന്നു. അതുകൊണ്ട് നീ പ്രവചിച്ച് അവരോട് പറയേണ്ടത്. സ്തോത്രം. ഇത് വെറും അസ്ഥികൾ മാത്രമല്ല. മനുഷ്യപുത്ര, നിനക്കറിയാമോ? ഇത് പറയുകയാണ്, ശേഷകളോട് പറയുകയാണ്, നിനക്കറിയാമോ ഇത് ഇസ്രായേൽ ഗൃഹമാണ്, എൻ്റെ ജനമാണ്. എൻ്റെ ജനം ഉണങ്ങിപ്പോയിരിക്കുന്നു, എൻ്റെ ജനം ചിതറിപ്പോയിരിക്കുന്നു, അവരുടെ പ്രത്യാശ മങ്ങിപ്പോയിരിക്കുന്നു, അവരുടെ ആശകളിൽ അസ്തമിച്ചു പോയിരിക്കുന്നു, അവർ ഭാവിയെക്കുറിച്ചുള്ള പ്രത്യാശകളിൽ എല്ലാം മുടിഞ്ഞു പോയിരിക്കുന്നു. മനുഷ്യപുത്ര, ഇത് ഇസ്രായേൽ ഗൃഹത്തിൻ്റെ ചിത്രം ഞാൻ കാണിച്ചു തന്നതാണ്. ഈ ഉണങ്ങിയ അസ്ഥികളിൽ കൂടി ഇസ്രായേൽ ഗൃഹത്തെ നിനക്ക് മനസ്സിലാക്കി തരികയാണ്. നീ പ്രവചിക്കുന്ന ഇസ്രായേൽ ഗൃഹത്തോടാണ്. നീ പ്രവചിക്കുന്നത് ഞാൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഇസ്രായേൽ ഗൃഹത്തോടാണ്. യഹൂദ ജാതിയോട്, ദൈവത്തിൻ്റെ പ്രിയജനമായ യഹൂദനോട്, അവരോട് പ്രവചിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അത് ഇങ്ങനെയാണ് ഇപ്പോൾ കിടക്കുന്നത്. യഹൂദ ജാതി ശരിയാണ്, പക്ഷേ ദൈവത്തിൻ്റെ ജനമാണെങ്കിൽ ഇപ്പോൾ ഉണങ്ങിപ്പോയി, ദൈവത്തിൻ്റെ ജനമാണെങ്കിൽ ഇപ്പോൾ ചിതറിപ്പോയി, ദൈവത്തിൻ്റെ ജനമാണെങ്കിലും പ്രയോജനശൂന്യമായിപ്പോയി, എല്ലാം മരിച്ചുപോയി. മരിച്ചെന്ന് മാത്രമല്ല, ആ മാംസമെല്ലാം അഴുകി ചീഞ്ഞ് അതെല്ലാം ഉണങ്ങിപ്പോയി. ഇത് അസ്ഥികൾ ഉണങ്ങിക്കിടക്കുന്നു. കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ചില വീടുകൾ എങ്ങനെയാണ് കേട്ടോ. ചില വീടുകൾ എല്ലാം ഉണങ്ങിപ്പോയി. ഒരു സംസാരമില്ല, ചിരിയില്ല, വർത്തമാനമില്ല, സന്തോഷമില്ല. എപ്പോഴും മുനിഞ്ഞിരിക്കും, മിണ്ടാട്ടമില്ല. എല്ലാം ഭാര്യയും ഭർത്താവും സ്നേഹം തന്നെയാണ്, സ്നേഹത്തിന് കുറവൊന്നുമില്ല. പക്ഷേ എന്താണോ മുനിഞ്ഞിരിക്കുന്നു. പലതും പരസ്പരം ഇഷ്ടപ്പെടുന്നില്ല, പലതും ഇണങ്ങുന്നില്ല, മനസ്സിലൊരു സ്വസ്ഥതയില്ല. അല്ലേ? നിങ്ങളുടെ പല വീടുകൾ അങ്ങനെയല്ലേ? ഇസ്രായേൽ ഗൃഹം, ദൈവത്തിന് സ്തോത്രം, ഇന്ന് ഉണങ്ങിപ്പോയിരിക്കുന്നു. ദൈവജനം ഉണങ്ങിപ്പോയിരിക്കുന്നു. വീണ്ടും ഇത് തന്നെ പറയട്ടെ, ഉണങ്ങിപ്പോയിരിക്കുന്നു. ഇത് ഇസ്രായേൽ ഗൃഹമാകുന്നു. അവരുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു. ഒന്നുകൂടെ വായിക്കാം. ഇസ്രായേൽ ഗൃഹം, അവരുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നിരിക്കുന്നു. ഈ അസ്ഥികൾ ഇസ്രായേൽ ഗൃഹമൊക്കെയുമാകുന്നു.
ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി, ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു, പ്രത്യാശയ്ക്ക് ഭംഗം വന്നു, ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു തീരെ മുടിഞ്ഞിരിക്കുന്നു എന്ന് അവർ പറയുന്നു. അവർ പറയുന്നു. അതാണ് അവരിപ്പോൾ നിരാശയിലാണ്ട് പോയി. ഇനി കരയേറ്റമില്ലെന്നാണ് അവർ പറയുന്നത്. അസ്ഥികളെല്ലാം ഉണങ്ങിപ്പോയില്ലേ, എല്ലാം ചിതറിപ്പോയില്ലേ, ഇനി ഉണ്ടോ ഇനി ഞങ്ങൾക്ക് ജീവിതം, ഞങ്ങളുടെ കാര്യം തീർന്നു എന്ന് പറഞ്ഞ ഇസ്രായേൽ ഗ്രഹം എന്ന് പറഞ്ഞാൽ നിരാശയോട്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വാക്കുകളെ കേൾക്കുന്ന ചിലരെങ്കിലും എങ്ങനെയും മരിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്നവരുണ്ട്. മരിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്നവർ, എൻ്റെ കർത്താവേ ദൈവത്തിന് സ്തോത്രം, മരിച്ചാൽ മതി എന്നാണ് ചിന്ത. ആശയൊക്കെ എല്ലാം തീർന്നു. എന്തിനു ജീവിക്കണം, ആർക്ക് വേണ്ടി ജീവിക്കണം, എന്നെ ആർക്ക് വേണം, ഞാൻ കൂടിയ കഴിയുന്ന ആർക്കാ നിർബന്ധം, ഞാനങ്ങ് മരിച്ചേക്കാം, ഞാനങ്ങ് വഴിമാറി കൊടുത്തേക്കാം, അവർ സൂഹിക്കട്ടെ എന്നെല്ലാം ചിന്തിക്കുന്ന ആളുകളുടെ ഇരിപ്പുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു കാരണവശാൽ നിങ്ങൾ ചിന്തിക്കരുത്. ഈ അസ്ഥികൾ ജീവിക്കും. ദൈവത്തിന് സ്തോത്രം. ഉണങ്ങിയ അസ്ഥികൾ ജീവിക്കും. നിങ്ങൾ വിശ്വസിക്കൂ, ഉണങ്ങിയ അസ്ഥികൾ ജീവിക്കും. തോറ്റ പരീക്ഷകൾ ജയിക്കും. സ്തോത്രം. കടം മാറും. സത്യമാണ് പ്രിയരെ. സ്തോത്രം. വാസ്തവമായി ക്രിസ്തുവിനെ സ്നേഹിച്ച് ക്രിസ്തുവിനായി ജീവിതം സമർപ്പിച്ച് മനസ്സറിഞ്ഞൊരു പാപം ചെയ്യൽ തീരുമാനിച്ച് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ കത്തി നിന്നാൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. ദൈവത്തിന് സ്തോത്രം. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. നിങ്ങൾ വിശ്വസിക്കൂ. മനസ്സറിഞ്ഞൊരു പാപം വരികയിൽ നിങ്ങൾ തീരുമാനം വന്നാൽ മതി. അത് പലപ്പോഴും ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ തീരുമാനം വരുമായിരിക്കും, പക്ഷേ പിന്നെ പെട്ടെന്ന് മറന്നു പോകുന്നു. എന്തെല്ലാം തീരുമാനിച്ചെന്ന് മറന്നു പോകുന്നു. അതാണ് ആദ്യം കേട്ടത്. പോയി വരിക, ഞാൻ നിനക്ക് എന്ത് ചെയ്തു എന്ന് ഓർക്കുക. ദൈവം എന്താണ് ചെയ്തതെന്ന് ഓർക്കണം. എപ്പോഴും ഇന്ന് എനിക്ക് എന്താണ് കിട്ടിയത് ഓർക്കണം. ഇന്ന് എനിക്ക് ലഭിച്ച സ്വത്ത് എന്താണ് ഓർക്കണം. ഇന്ന് എനിക്ക് ലഭിച്ച സമ്പത്ത് എന്താണ് ഓർക്കണം. ഇന്ന് കർത്താവിൻ്റെ സ്വർഗീയ അഗ്നി, പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി എൻ്റെ മേൽ വീണപ്പോൾ എനിക്ക് ലഭിച്ച കുളിർമ എന്താണ്, സന്തോഷം എന്താണ് ഓർക്കണം. പോയി വരിക, ഞാൻ നിനക്ക് എന്ത് ചെയ്തു എന്ന് ഓർക്കുക. പോയി വരിക, ഞാൻ നിനക്ക് എന്ത് ചെയ്തു എന്ന് ഓർക്കുക. ദൈവം ചെയ്ത് എന്താണെന്ന് മനസ്സിലാക്കണം. കർത്താവായ യേശു ക്രിസ്തു, ഒരു പാപവും ചെയ്യാത്ത ദൈവപുത്രൻ, അവിടുന്ന് ക്രൂശിന്മേൽ തൻ്റെ കൈകൾ വിരിച്ചു. അവർ വലിച്ചു പിടിച്ച് ആ കൈകൾ ഓരോന്ന് വലിച്ചു പിടിച്ച് ആണിയടിച്ചു. താണി കാരിരുമ്പാണി ഉണക്കമരത്തിലേക്ക് അടിച്ചടിച്ച് ചേർത്തു. കൈ അവിടെ ഞെരിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അടിക്കുമ്പോഴെല്ലാം വേദന കൊള്ളുക മാത്രമല്ല, ചോര ചീറി തെറിക്കുകയായിരുന്നു. കർത്താവിന് സ്തോത്രം. കാലുകൾ രണ്ടും കൂട്ടി വെച്ചു. ഒരു കാലിൽ ആണി അടിച്ചു. ആ ആണി അടുത്ത കാലിലേക്ക് കൊണ്ട് കടന്നു. അത് ആ ഉണങ്ങിയ മരത്തിലേക്ക് കടന്നു. ഇതാ 3 ആണികൾ തൂങ്ങിക്കിടക്കുന്നു. യേശു ചെയ്തതാണ്. ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു, എന്താണ് ചെയ്തത്? ഇതാണ് ഞാൻ നിനക്ക് വേണ്ടി ചെയ്തത്. എൻ്റെ ജീവൻ നിനക്ക് ഞാൻ തന്നു. നിനക്ക് ജീവനില്ലാത്തത് കൊണ്ട് നിനക്ക് ഞാൻ ജീവൻ തന്നു. നിനക്ക് ജീവനില്ലായിരുന്നു. ആത്മാവിൽ മരിച്ചു പോയിരുന്നു. ആത്മാവിൽ നിർജീവമായിരുന്നു. ജീവനില്ലാത്ത നിനക്ക് ജീവൻ തരാൻ എൻ്റെ ജീവരക്തം ഞാൻ പകർന്നു. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. കുറേനക്കാരൻ ശീമോൻ, ദൈവത്തിന് സ്തോത്രം, അവന് യേശുവിൻ്റെ കുരിശ് ഒന്ന് താങ്ങിയപ്പോൾ ആ കുരിശിൽ കൂടി തിരുവായിൽ നൊഴിയായ തിരുരക്തം ഒലിച്ചൊലിച്ച് ആ കുരിശിൽ കൂടി താഴോട്ട് വരികയായിരുന്നു. അത് കുറേനക്കാരനായ ശീമോൻ്റെ ശരീരത്തിലൊന്ന് ചേർന്നു. ആ കുരിശിൽ കൂടി ഒഴുകുന്ന രക്തം ആ ശരീരത്തിലൊന്ന് ചേർന്നപ്പോൾ പെട്ടെന്ന് ഒരു അത്ഭുതമായ ഒരു അനുഭവം ലഭിച്ചു. ഏതോ ഒരു അവാച്യമായ അനുഭൂതി. തിരുരക്തം തൊട്ടാൽ അങ്ങനെ ഉണ്ടാകും. ഇന്ന് പകൽക്കാലം ഈ തിരുരക്തം നിങ്ങൾ തൊടുന്നുവെങ്കിൽ നിങ്ങൾക്ക് അനുഭവം ഉണ്ടാകും. യേശു ക്രിസ്തുവിൻ്റെ രക്തം. മരിച്ചുപോയ ആത്മാവ് ജീവൻ പ്രാപിക്കും. തളർന്നുപോയ ജീവിതം പുഷ്ടി പ്രാപിക്കും. പ്രത്യാശറ്റുപോയ ജീവിതത്തിന് പ്രത്യാശ കൈവരും. സമാധാനമില്ലാത്ത ജീവിതത്തിന് സമാധാനം വരും. ആരും ഒരു തുണയില്ലെന്ന് പറഞ്ഞ് കരയുന്നവർക്ക് ആശ്വാസദായകനായ യേശു എന്ന് അടുക്കൽ നിൽക്കും. സ്തോത്രം. ഈ തിരുരക്തത്തിൻ്റെ ശക്തി അത്ഭുതമാണ് പ്രിയപ്പെട്ടവരെ. യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തം അത് നിങ്ങൾ വിശ്വസിക്കൂ. നിങ്ങളുടെ സിരകളിൽ കൂടി ഒഴുകാൻ നിങ്ങൾ ആഗ്രഹിക്കൂ. ഈ കൈകളിലെ സിരകളിലുള്ള രക്തം അല്ല, ഈ കാലുകളിലെ അല്ലെങ്കിൽ എൻ്റെ ശരീരത്തിലുള്ള രക്തം എൻ്റെ പിതാക്കന്മാരിൽ നിന്ന്, പൂർവികന്മാരിൽ നിന്ന് കിട്ടിയതാണ്. പൂർവികന്മാരിൽ നിന്ന് കിട്ടിയ രക്തത്തിൽ അതിൽ ശാപമുണ്ട്, അതിൽ ഹെറിഡിറ്ററിയായിട്ട് പാരമ്പര്യമായിട്ട് വരുന്നതായ പാപങ്ങളുണ്ട്, അതിൽ തിന്മയുണ്ട്, അതിൽ അസൂയയുടെ അംശമുണ്ട്, അതിൽ ദുരാഗ്രഹത്തിൻ്റെ അംശമുണ്ട്, അതിൽ ലൈംഗിക ആസക്തിയുടെ അംശമുണ്ട്. ഇതെല്ലാം ഉള്ള രക്തം. എന്നാൽ ആ സിരകളിലൂടെ ഇത്രയും നാളും അശുദ്ധമായ ചിന്താഗതികളുള്ളായ ഈ മനുഷ്യൻ്റെ രക്തത്തിൽ കൂടി ഇപ്പോഴിതാ പുതിയ രക്തം ഒഴുകുന്നു. ദൈവത്തിന് സ്തോത്രം. പുതിയ രക്തം. ഏതാണ് ഈ പുതിയ രക്തം? ഹല്ലേലൂയ. ഈ പുതിയ രക്തം ഏതാണ് പ്രിയപ്പെട്ടവരെ? ഈ പുതിയ രക്തം കർത്താവായ യേശുവിൻ്റെ തിരുരാൽ നൊഴിയ രക്തമാണ്.
യേശുവിന് തിരക്തം ഒഴുകുമ്പോൾ നാം ജീവിക്കും. തിരക്തം ഒഴുകുമ്പോൾ നമുക്ക് ജീവൻ കൈവരും, ആത്മാവിൽ ജീവിക്കും. ഇന്ന് അനേകരും ആത്മാവിൽ മരിച്ചിരിക്കുകയാണ്. അനേകരും ആത്മാവിൽ മരിച്ചിരിക്കുകയാണ്. നിങ്ങൾക്കറിയാമോ പ്രിയപ്പെട്ടവരെ, നാം അനേകായിരങ്ങൾ കൂടി വരുന്നുണ്ടല്ലോ, പക്ഷേ ആത്മാവ് മരിച്ചിരിക്കുന്നു. ആർക്കറിയാം ഇത്? ആരും ചിന്തിക്കുന്നുണ്ടോ? നാം ദൈനംദിന ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നു, അനുദിന ജീവിതം നയിച്ചുകൊണ്ട് പോകുന്നു. നാം ഭക്ഷണം കഴിക്കുന്നു, ഭക്ഷണം കഴിക്കാനായിട്ട് നാം എത്തപ്പെടുന്നു, അധ്വാനിക്കുന്നു, നാം ജോലി ചെയ്യുന്നു, മക്കൾ വളർത്തുന്നു, കുടുംബം നോക്കുന്നു, മക്കൾക്ക് വിവാഹം നടത്തി കൊടുക്കുന്നു, മക്കളുടെ ഭവനം വെച്ച് കൊടുക്കുന്നു. എല്ലാം നാം ചെയ്യണം. പക്ഷേ ഇങ്ങനെ ജീവിച്ച് ഒരു ദിവസം കണ്ണടയും. അപ്പോഴറിയുന്നത് നഷ്ടപ്പെട്ടല്ലോ എന്ന്. അയ്യോ പോയല്ലോ, ഇതൊക്കെ കേട്ടതായിരുന്നല്ലോ, അനുഭവിച്ചില്ലായിരുന്നല്ലോ, മാനസാന്തരപ്പെട്ടില്ലായിരുന്നല്ലോ, ജീവിതം കർത്താവ് കൊടുത്തില്ലായിരുന്നല്ലോ, ക്രിസ്തു ജീവിതത്തിൽ വന്നില്ലായിരുന്നല്ലോ, ആത്മാവ് ജീവൻ പ്രാപിച്ചില്ലായിരുന്നല്ലോ, അയ്യോ നഷ്ടം. പിന്നെ തിരുത്താൻ നേരമില്ല പ്രിയരെ, പിന്നെ തിരുത്താൻ നേരമില്ല. ഇപ്പോൾ നല്ല കാലമാണ്. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ നല്ല കാലമാണ്. ഗോൾഡൻ ഏജ് എന്ന് വേണമെങ്കിൽ പറയാം. നല്ല കാലം, അനുഭവിക്കാൻ പറ്റിയ കാലം, മാനസാന്തരപ്പെടാൻ പറ്റിയ കാലം. പ്രിയപ്പെട്ടവരെ, ഇന്ന് അനേകരെ നിരാശരായി ഭാവിയെക്കുറിച്ചുള്ള എല്ലാ പ്രതീക്ഷകളും ഒറ്റ നിൽക്കുന്ന അനേകർ ഇന്ന് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലമാണ്. കാട്ടുമൃഗത്തെപ്പോലുള്ളവരെ പെട്ടകത്തിൽ കിടക്കുന്ന കാലമാണ്. കരടിയെപ്പോലുള്ളവരെ പെട്ടകത്തിൽ കിടക്കുന്ന കാലമാണ്. വാടകക്കൊലയ്ക്കും കൂലി തല്ലുന്നുണ്ടവർ പെട്ടകത്തിൽ കിടക്കുന്നു. മൃഗങ്ങളെപ്പോലെ ജീവിച്ചവർ, മൃഗീയ വാസനകളുള്ളവർ, മനുഷ്യരെ കൊല്ലാൻ മടിയില്ലാതെ, ആരെയാണ് കൊല്ലുന്നതെന്നറിയാതെ, ആരെയാണ് കൊല്ലാൻ പോകുന്നതെന്നറിയാതെ, വടിവാളും അതിനുള്ള ഉപകരണങ്ങൾ കിട്ടിക്കൊണ്ട് വാഹനത്തിൽ കയറി പോകുന്നു. ആരും എവിടെയാണ് പോകുന്നത് അറിയാൻ പാടില്ല. ആരോടും വഴക്കുണ്ടായിട്ടല്ല, ആളെ കൊല്ലാൻ ചെല്ലുമ്പോഴാണ് ഇനി ആളെ കൊല്ലാനാണെന്ന് പറയുന്നത്. ആളെ കൊല്ലുന്നു, അല്ലെങ്കിൽ കാല് വെട്ടുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ പ്രിയപ്പെട്ടവരെ, സുബോധമില്ലാതെ പോകുന്നവർക്ക്, അവർക്ക് വീണ്ടെടുപ്പുകാരനായി യേശുവുണ്ട്. വ്യത്യാസം വരുന്നു. നല്ല കാലമാണ്. അങ്ങനെയുള്ള വാടക കൊലയാളികളും കൂലിത്തല്ലുകാരും എല്ലാം പെട്ടകത്തിൽ കിടക്കുന്നു. സ്തോത്രം. പെട്ടകത്തിനകത്തേക്ക് പ്രവേശിക്കുന്നു. ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കായി 1-2 വർഷമായി മാറി നിൽക്കുന്നു. അവർ വചനം കേട്ടു, മാനസാന്തരപ്പെട്ടു, രണ്ടുപേരും ഐക്യമായി, രണ്ടുപേരും കൂടി ഒരുമിച്ച് പെട്ടകത്തിൽ കിടക്കുന്നു. സ്തോത്രം. പെട്ടകത്തിലേക്ക് പ്രവേശിക്കുക. പെട്ടകത്തിൻ്റെ വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. ഏതാ പെട്ടകം? ദൃശ്യമായൊരു പെട്ടകമല്ല ഇത്. നിങ്ങൾ പുറമേ പെട്ടകമെന്ന് പറയുന്ന പെട്ടകമൊന്നുമല്ല ഇത്. ഇത് ഗോൽത്തായിലെ മരക്കുരിശിൽ ജീവൻ ബലിയർപ്പിച്ച കർത്താവായ യേശുവിൻ്റെ തെരുവിലാവാണ്. പ്രവേശിച്ചുള്ളൂ. ആർക്കും പ്രവേശിക്കാം. ഏത് ഘോരഭാവിക്കും പ്രവേശിക്കാം. ഏത് കഠോരഭാവിക്കും പ്രവേശിക്കാം. നിഷ്ഠൂരനായ മനുഷ്യനും പ്രവേശിക്കാം. ജീവിതം തകർത്ത് കളഞ്ഞവനും പ്രവേശിക്കാം. ശരീരം അശുദ്ധമാക്കിയവൾക്കും പ്രവേശിക്കാം. ഈ ശരീരം അനേകർക്ക് വിട്ടുകൊടുത്തവനും പ്രവേശിക്കാം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആർക്കും പ്രവേശിക്കാം. പണാഹരണം നടത്തിയവന് പ്രവേശിക്കാം. മോഷണം നടത്തിയവന് പ്രവേശിക്കാം. കള്ളക്കണക്ക് എഴുതിയവന് പ്രവേശിക്കാം. കൊള്ളലാഭം ഉണ്ടാക്കിയവന് പ്രവേശിക്കാം. അഴിമതി കൂട്ടുന്നതിന് പ്രവേശിക്കാം. ആർക്കും പ്രവേശിക്കാം. പെട്ടകം തുറന്നിരിക്കുന്നു. പക്ഷേ പെട്ടകത്തിൻ്റെ വാതിലടയ്ക്കുന്ന ഒരു ദിവസമുണ്ട് കേട്ടോ. ഈ വാതിലടയും. ഈ പെട്ടകത്തിൻ്റെ വാതിലടയുന്നതിന് മുമ്പ് വേഗം അകത്ത് കടന്നുകൊള്ളുക. സ്തോത്രം. 120 വർഷം ദൈവം പറഞ്ഞതനുസരിച്ച് നോഹ പ്രവചിച്ചു. പക്ഷേ ആരും കയറാൻ കൂട്ടാക്കിയില്ല. സിംഹം കയറി, സിംഹവും സിംഹിയും കയറി, പുള്ളിപ്പുലി കയറി, കടുവ കയറി, ചെന്നായി കയറി, കുഞ്ഞാട് കയറി, മാൻവേട കയറി. അത്രയും നാൾ കരടിയെപ്പോലെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നവർ ഇപ്പോൾ ഒരു ഉപദ്രവമില്ലാതെ അകത്തിരിക്കുന്നു. അത്രയും നാൾ മാനിനെ കണ്ടാൽ ചാടി വീഴുന്ന പുള്ളിപ്പുലി ഇപ്പോൾ മാനിൻ്റെ അടുത്ത് ചേർന്നിരിക്കുന്നു. പെട്ടകത്തിനകത്ത് വന്നാൽ അങ്ങനെയാണ്. ഇത്രയും നാളും വഴക്കടിച്ചുകൊണ്ടിരുന്ന കടുവ ഇപ്പോഴുണ്ട്. ആ കടുവ ശാന്തനായി മാനിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ആട്ടിൻകുട്ടിയുടെ അടുത്തിരിക്കുന്നു. സ്തോത്രം. വഴക്കില്ല, കൊന്നു തിന്നുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഈ സ്വർഗീയ പെട്ടകം കർത്താവായ യേശു ക്രിസ്തുവാണ്. ഈ പെട്ടകം യേശു ക്രിസ്തുവാണ്. പെട്ടകത്തിന് 3 അറയുണ്ട്. അതിൽ നടുവിലത്തെ അറയിലാണ് വാതിൽ. താഴത്തെ അറ, നടുവിലത്തെ അറ, മുകളിലത്തെ അറ. 3 അറയുണ്ട്. മുകളിലത്തെ അറയിൽ കിളിവാതിലുണ്ട്. നടുവിലത്തെ അറയിൽ ഒരു വാതിലുണ്ട്. താഴത്തെ അറയിൽ ഒന്നുമില്ല. അത് പ്രവേശിക്കാൻ സാധ്യമല്ലാത്ത സ്ഥലമാണ്. ദൈവത്തിന് സ്തോത്രം. നടുവിലത്തെ അറ കർത്താവായ യേശു ക്രിസ്തു, ആ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന ആ പുത്രൻ തമ്പുരാൻ്റെ തിരുശരീരത്തിലെ മുറിവിൽ കൂടി നമുക്കകത്ത് പ്രവേശിക്കാം. ഇതെല്ലാം വെറുതെ കേട്ടുപോയാൽ പോരാ. നിങ്ങൾ അനുഭവിക്കണം എൻ്റെ കർത്താവേ. ദൈവത്തിന് സ്തോത്രം. ഞാൻ ആശിക്കുന്നു ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിനെ അടുത്ത് കാണണം. ക്രിസ്തുവിൻ്റെ അടുത്ത് വന്നത് നിങ്ങൾ അറിയണം. ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നത് നിങ്ങൾ അറിയണം. എന്നെ യേശു സ്നേഹിക്കുന്ന നിങ്ങൾ അറിയണം.
സ്നേഹിത, നീ ഏതെല്ലാം പാപം ചെയ്തവനാണെങ്കിലും യേശു നിന്നെ സ്നേഹിക്കുന്നുണ്ട് കേട്ടോ. ദൈവത്തിന് സ്തോത്രം. നീ ജീവിതം കളയണ്ട, ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യമില്ല. യേശു നിന്നെ സ്നേഹിക്കുന്നു. നിനക്ക് നല്ല കാലമുണ്ട്, നല്ലൊരു ഭാവി കാലമുണ്ട്. നീ ജീവിതം കളയണ്ട മോളെ, നിൻ്റെ ജീവിതം നീ കളയണ്ട. നീ ഒട്ടും നിരാശപ്പെടേണ്ട. നിനക്ക് തൻ്റെ നല്ല കാലമുണ്ട്, കർത്താവ് കരുതിയിട്ടുണ്ട്. അത് വാങ്ങാൻ നീ നിന്നെ തന്നെ ഒരുക്കിയാൽ മാത്രം മതി. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. വാങ്ങുവാൻ നീ ഒരുക്കുക. പെട്ടകത്തിലേക്ക് പ്രവേശനം. ഇന്ന് നല്ല കാലമാണ്. ഞാനതാണ് പറഞ്ഞത്, നല്ല കാലം. ഞാൻ അത്ഭുതത്തോടെ ഓർക്കും, നല്ല കാലം. കർത്താവിന് സ്തോത്രം. 1973 ഉണർവ് മുതൽ അന്ന് മുതൽ ഇന്ന് വരെയും ദൈവം അത്ഭുതമായി നമ്മൾ നടത്തി. എന്തൊരതിശയം. പലർക്കും ഒന്നും മനസ്സിലായില്ല. എന്നാൽ ഒരു സഭയ്ക്ക് എതിരല്ല എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകുന്നില്ല. എന്നാൽ അവരൊരു നിൽക്കുന്ന സഭയിൽ നിന്നാൽ മതി, സഭ മാറണ്ട എന്ന് പറയുന്നത് പലർക്കും മനസ്സിലാകുന്നില്ല. നാം ഒരു പുതിയ സഭ ഉണ്ടാക്കുകയില്ല എന്ന് വ്യക്തമായി പറഞ്ഞാലും, നമുക്കങ്ങനെ ഉദ്ദേശമില്ല എന്ന് പറഞ്ഞാലും ആളുകൾക്ക് വിശ്വാസം വരുന്നില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇവിടെ പൈസ പിരിക്കുന്നില്ല, സംഭാവന ചോദിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ നടക്കുമോ? പിന്നെ എങ്ങനെ കാര്യം നടക്കുമെന്നാണ് ചിലർ ചോദിക്കുന്നത്. സ്തോത്രം. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കാര്യപരിപാടിയല്ലേ എല്ലാം നടക്കുന്നു, എല്ലാം ഭംഗിയായി നടക്കുന്നു. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കാര്യപരിപാടിയല്ലേ, നമ്മുടെ അല്ലല്ലോ. എനിക്ക് നല്ല ഉറപ്പുണ്ട്, എൻ്റെ അല്ല. കർത്താവിന് സ്തോത്രം. എൻ്റെ അപ്പൻ്റെ ഭൂമി എനിക്ക് തന്ന ഈ സ്ഥലം, ഇത് ഞാൻ യേശുവിന് കൊടുത്തു. സ്തോത്രം. യേശുവിന് കൊടുത്തു എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ മക്കൾക്കും കൊടുത്തു. സ്തോത്രം. യേശുവിനായി കൊടുത്തു. അതുകൊണ്ട് എനിക്കൊരു കുറവും വന്നില്ല, ഒരു കുറവും വരുത്തിയില്ല. യേശുവിന് കൊടുത്താൽ കുറവല്ല, യേശുവിന് കൊടുത്താൽ നഷ്ടമല്ല, ഒരിക്കലും നഷ്ടമല്ല. യേശുവിന് കൊടുത്താൽ ലാഭമാണ്. ഹല്ലേലൂയ. 10 മടങ്ങ് മുടക്കി തരും. അവൻ ആർക്കും കടക്കാരനായിരിക്കുകയില്ല. എൻ്റെ കയ്യിൽ നിന്ന് 10 രൂപ കർത്താവ് മേടിച്ചിട്ട് അവൻ കടക്കാരനായിരിക്കുകയില്ല. അവൻ പിന്നെ എനിക്ക് തരുന്നത് 100 1000 ആയിരിക്കും. സ്തോത്രം. ലോകത്തിന് മനസ്സിലാവുകയില്ല, ലോകമനുഷ്യർക്ക് മനസ്സിലാവുകയില്ല. സ്തോത്രം. സ്വർഗത്തെ ദൈവം എല്ലാം ചെയ്യുന്നു, അത്ഭുതങ്ങൾ ചെയ്യുന്നു. സ്തോത്രം. നിങ്ങൾ മടി കൂടാതെ എൻ്റെ യേശുവിൻ്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. പ്രിയപ്പെട്ടവരെ, ഏൽപ്പിച്ചു കൊടുക്കുക. സ്തോത്രം. ഈ ജീവനുള്ള ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കൂ. അപ്പോൾ നിഹതന്മാർ എഴുന്നേറ്റ് വരും. നിഹതന്മാർ, അസ്ഥികളുടെ താഴ്വരയിൽ നിഹതന്മാർ എഴുന്നേറ്റ് വരും. അസ്ഥിയോട് ചെന്ന് ചേരും. ദൈവത്തിൻ്റെ സ്തോത്രം. വലിയൊരു സൈന്യമായി തീരും. പിന്നെ അടുത്ത വാക്യം. അതുകൊണ്ട് നീ പ്രവചിച്ച് അവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, എൻ്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റി ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുപോകും. ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറക്കും. നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റി ഇസ്രായേൽ ദേശത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും. അങ്ങനെ എൻ്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റുമ്പോൾ ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. അത്ഭുതം നടക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ദൈവം തന്നെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ശവക്കുഴി തുറന്ന് ശവക്കുഴിയിൽ നിന്ന് നിങ്ങൾ എഴുന്നേൽപ്പിച്ച് നിങ്ങളെ കൊണ്ടുപോകുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ഇത് സാക്ഷാൽ യഹോവ തന്നെ, ദൈവത്തിൻ്റെ കാര്യപരിപാടിയാണ്. ഈ ഉണങ്ങിയ അസ്ഥികൾ ജീവിക്കുന്നു. എന്തൊരു അത്ഭുതം! ദൈവത്തിൻ്റെ കാര്യപരിപാടിയാണെന്ന് ആൾക്ക് മനസ്സിലാകും. സ്തോത്രം. പിന്നെ നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളിലാക്കും. നിങ്ങൾ ജീവിക്കേണ്ടതിന്, ഉണങ്ങിയ അസ്ഥികളെ, നിങ്ങൾ ജീവിക്കേണ്ടതിന് എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ മേലാക്കും. ഞാൻ നിങ്ങളെ സ്വദേശത്ത് പാർപ്പിക്കും. സ്തോത്രം. സ്വദേശത്ത് പാർപ്പിക്കും. നിങ്ങൾക്ക് പാർപ്പിടമുണ്ടാകും. ഇത് നേരിട്ട് ഇസ്രായേൽ ഗ്രഹത്തിന് കൊടുക്കുന്ന അരുളപ്പാടാണ്. ഇസ്രായേൽ ജാതി യഹൂദിന് കൊടുക്കുന്നതായ ദൈവത്തിൻ്റെ ഒരു വാഗ്ദാനമാണ്. നാനാദേശങ്ങളിൽ നിന്നും യഹൂദന്മാർ ചിതറിപ്പാർക്കുന്ന സ്ഥലങ്ങളിൽ നിന്നെല്ലാം യഹൂദന്മാരെ കൂട്ടിച്ചേർത്ത് ഇസ്രായേൽ രാഷ്ട്രം ഉണ്ടായിരിക്കുന്നല്ലോ. അതിൻ്റെ ഒരു പ്രവചനമാണത്. പക്ഷേ നമുക്കിന്ന് പ്രസക്തമായിരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവമാണ്. കർത്താവ് നമ്മുടെ ഉണങ്ങിയ അവസ്ഥ മാറ്റി നമുക്ക് ചൈതന്യം തരും, നമുക്ക് ജീവൻ തരും, നമുക്ക് ഉണർവ് തരും. സ്തോത്രം. ഇന്ന് ഈ വാക്കുകളെ കേൾക്കുന്ന നിങ്ങൾക്കാർക്കെല്ലാം ഒന്നുകൊണ്ടുവരാൻ ആഗ്രഹമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു ഉണങ്ങിയ അസ്ഥി കൂടെ അങ്ങ് നിൽക്കുന്നു. അതിലിതാ മാംസം വന്ന് പൊതിയുന്നു, പിന്നെ അത് ത്വക്ക് വന്ന് പൊതിയുന്നു. പെട്ടെന്ന് ജീവൻ ലഭിക്കുന്നു. ജീവൻ ലഭിച്ചു കഴിഞ്ഞ് ആ അസ്ഥികൾ സൈന്യമായി നിവർന്നു നിൽക്കുന്നു. എന്തൊരത്ഭുതം! പ്രിയപ്പെട്ടവരെ, ഈ മഹാത്ഭുതം കാണാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? കർത്താവേ, അതെൻ്റെ ജീവിതത്തിൽ ഇന്ന് തുടങ്ങണമേ. ഈ മഹാത്ഭുതം എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ഈ വരണ്ടുണങ്ങിയ ജീവിതത്തിൽ, എൻ്റെ ഈ നാശോന്മുഖമായ ജീവിതത്തിൽ ആ മഹാഭാഗ്യം എനിക്ക് തരണമേ. പ്രാർത്ഥിക്കുമോ നിങ്ങൾ? പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടോ നിങ്ങൾ? ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ തലമേൽ സ്വർഗത്തിലെ തീ ഇറങ്ങും. നിങ്ങളുടെ മേൽ ദൈവത്തിന് 4 കാറ്റ് വീശും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ ഊതും. സ്തോത്രം. നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് അനുഭവം ലഭിക്കും.
നിങ്ങളുടെ വരൾച്ച മാറും, നിങ്ങളുടെ ജീവിതത്തിലെ വിരസതകൾ മാറും, നിങ്ങളുടെ ജീവിതത്തിലെ വിരക്തി മാറും, നിങ്ങളുടെ ജീവിതത്തിലെ ആ ഭാരങ്ങൾ മാറും, ആകുലങ്ങൾ മാറും, ദുഃഖങ്ങൾ മാറും. നിങ്ങളുടെ ജീവിതം പുതിയ ജീവിതത്തിൻ്റെ വഴിത്താരയിലേക്ക് മാറും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നിങ്ങളിന്ന് പേടിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളിന്ന് കർത്താവ് മാറ്റിത്തരും. ഭയത്തോടിരിക്കുന്ന ചില വിഷയങ്ങളുണ്ട്, എല്ലാം മാറ്റിത്തരും. ദൈവത്തിന് സ്തോത്രം. ചില വിഘ്നങ്ങളുണ്ട്, എല്ലാം മാറ്റിത്തരും. ചില തടസ്സങ്ങളുണ്ട്, മുന്നോട്ട് പോകാൻ തടസ്സമാണ് ചില കാര്യങ്ങളുണ്ട്, അതും മാറ്റിത്തരും. എല്ലാം മാറി ഒരു സുശോഭനമായ ഒരു നല്ല കാലം കർത്താവ് നിങ്ങൾക്ക് തരും. ദൈവത്തിന് സ്തോത്രം. ആത്മാവിൽ ജീവൻ തരും. സ്വർഗീയ സൈന്യത്തോട് ചേർന്ന് നിന്ന് ദൈവത്തെ സ്തുതിക്കാനിടയാകും. മഹാവലിയ സൈന്യമായി നിങ്ങൾ തീരും. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുകയും ചെയ്യും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. തലകളെ നമുക്ക് ഉണക്കാം, കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. നമുക്ക് കർത്താവിനോട് വ്യക്തമായി പറയാം, കർത്താവേ, നീ ഇന്ന് എന്നെ അനുഗ്രഹിക്കാതെ പോകല്ലേ. നാഥ, ഇന്ന് നീ എന്നെ തൊടാതെ പോകല്ലേ. എൻ്റെ യേശുവേ, നീ ഇന്ന് എന്നെ സ്പർശിക്കാതെ പോകല്ലേ. എൻ്റെ യേശുവേ, നീ ഇന്ന് എൻ്റെ തലമേൽ നിൻ്റെ തൃക്കരം വയ്ക്കാതെ പോകല്ലേ. ഹല്ലേലൂയ. എൻ്റെ യേശുവേ, എൻ്റെ യേശുവേ, എൻ്റെ യേശുവേ, യേശുവേ, എൻ്റെ യേശുവേ, എൻ്റെ യേശുവേ, എൻ്റെ തലമേൽ തൃക്കരം വെക്കണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് വേണ്ടി രക്തം ചിന്തി യേശുവേ, എനിക്ക് വേണ്ടി ജീവൻ വെച്ച യേശുവേ, എനിക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ യേശുവേ, എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ച യേശുവേ, ഇപ്പോൾ നിൻ്റെ ആണിപ്പാടുള്ള കരം ഈ ജനത്തിൻ്റെ മേൽ വരണമേ കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശ്വസിക്കുന്നതിൻ്റെ മേൽ നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പകർച്ചയുണ്ടാകണമേ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നതിൻ്റെ മേൽ സ്വർഗ്ഗത്തെ തീയിറങ്ങണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശ്വസിക്കുന്നതിൻ്റെ മേൽ എൻ്റെ യേശുവിൻ്റെ ആത്മാവ് ഇറങ്ങി പരിവർത്തിച്ചുകൊണ്ടിരിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മാവ് വ്യാപരിച്ചുകൊണ്ടിരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, ഈ മനോഹരമായ സുദിനത്തിനായി നന്ദിയോടെ സ്തോത്രം. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി ഈ ദിവസം കരുതിയതിനായി സ്തോത്രം. ഞങ്ങളുടെ മധ്യത്തിലേക്ക് അവിടുന്ന് സ്വർഗീയ കാറ്റായി എഴുന്നള്ളി വന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ മധ്യത്തിലേക്ക് അവിടുന്ന് സ്വർഗീയ തീയായി എഴുന്നള്ളി വന്നതിനായി സ്തോത്രം. യേശുവേ, നീ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം. എൻ്റെ കരുണയുള്ള കർത്താവിൻ്റെ കൃപ എല്ലാവരുടെ മേലും പകർന്നതിനായി സ്തോത്രം. തീരുമാനമെടുക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവർക്ക് ജീവൻ നൽകിയതിനായി സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിച്ചയക്കണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ പ്രാർത്ഥിക്കുന്നവരോട് കേൾക്കണം പിതാവേ. ആമീൻ.